സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് നീർക്കോലികളുടെ ഇടയിലേക്ക് പോയ പഴയൊരു രാജവെമ്പാലയെ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. മറ്റാരുമല്ല, നമ്മുടെ സന്ദീപ് വാര്യർജി. അദ്ദേഹം ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃഷി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു നിലപാട് കൊണ്ടായിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറയണം. അദ്ദേഹം ഈ നിമിഷം വരെ ഇതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, പഴയ ഗവർണർ പോയി പുതിയ ഗവർണർ വന്നതിന് ശേഷം CPM BJP ബന്ധം കുറച്ചുകൂടി ഊഷ്മളമായിട്ടുണ്ട്. CPM RSS ബന്ധം കുറച്ചുകൂടി ഊഷ്മളമായിട്ടുണ്ട്. ഇയാള് മുൻപുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വീഡിയോസ് ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടു. മുഖ്യമന്ത്രിയുടെ ചെയ്തികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വജനപക്ഷപാതം അടക്കമുള്ള സർവകലാശാലകളുടെ സ്വയംഭരണത്തിന്മേൽ നടത്തുന്ന കടന്നുകയറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ഭരണഘടനാ വിദഗ്ധനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇരിക്കുന്ന പദവിയിൽ നിന്ന് തരംതാണോട് പ്രതികരിക്കുന്നത്. ഒരു ഭരണഘടനാ പദവിയായിട്ടുള്ള ഗവർണറോട് നിരന്തരം കലഹിക്കുകയും ഒരുപക്ഷെ കേരളത്തിന്റെ ഭരണം തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ തോതിൽ ഈ ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള ഈ പ്രതിസന്ധി ആ ഭരണത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് ഒഴിവാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ബാധ്യതയാണ്. അന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഗവർണർക്കെതിരെയും ഈ RSSനെതിരെയും ഒക്കെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് ഇതെന്ന് പറയുകയും ഇന്ന് അതിന് നേരെ തിരിച്ച് ഇന്ന് നിങ്ങൾ വേറൊരു പാളയത്തിലായതുകൊണ്ട് നിങ്ങൾ അതിന് നേരെ തിരിച്ചു പറയുകയും ചെയ്യുന്നു. ഇതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മുൻകാലങ്ങളിൽ പറഞ്ഞ പ്രസ്താവനകളൊക്കെ കേരള ജനത അത്ര പെട്ടെന്ന് മറന്നു പോകുന്നതാണ് നിങ്ങൾ കരുതുന്നത്? RSSകാരായ ഇപ്പോഴത്തെ വിവിധ സ്ഥാനങ്ങളിലിരിക്കുന്ന അവർ മുഖ്യമന്ത്രി കസേരയിലാകാം, കേന്ദ്രമന്ത്രി സ്ഥാനത്താകാം, MP സ്ഥാനത്താകാം, മറ്റു പല സ്ഥാനത്തുമാകാം. അങ്ങനെയെല്ലാം ഉള്ളവരെ കേരളത്തിലിറക്കി എന്തോ ഉണ്ടാക്കി കളയാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കോളണം. സംഘപരിവാർ കുടുംബത്തിൽ പിറന്നു വീഴുകയും RSS ഒഴിച്ചു തന്ന പാല് കുടിച്ച് അവരുടെ ശാഖയിൽ വളർന്നു വരികയും ചെയ്ത സന്ദീപ് വാര്യർ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ വിലയിരുത്താൻ മാത്രം ആയിട്ടില്ല. ഇനി അതിനാവുമ്പോൾ നീ വാ. ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ ഉപദേശമൊക്കെ കൊള്ളാം സന്ദീപ് സാറേ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ല പിണറായി വിജയന്റെ തന്ത.